അപ്പത്തെ കൈ റെഡിയും വേദന ആള് ചെറുതായിരിക്കും. ചെറിയതാണ് അല്ലെ കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ചെറുതായിട്ട് ചില സമയങ്ങളിൽ വരും. അതായത് കിടക്കുമ്പോ മാത്രം കിടക്കുമ്പോ ഈ സൈഡിലോട്ട് കിടന്നു കഴിയുമ്പോൾ ഇവിടെ എനിക്ക് പൊക്കാൻ പറ്റില്ല. എനിക്ക് കൈയെടുത്ത് ഇങ്ങനെ വെക്കണം. ഒരു തരിപ്പാണ് അന്നേരം അല്ലെ കടച്ചണം. തരിപ്പ് കടച്ചിലായിട്ടല്ല, ഒരു തരിപ്പ് പോലെ. രാവിലെ എണീക്കുമ്പോൾ ഒരു കൈ ഒരു മരവിപ്പ് പോലെയാ. മരവിപ്പ് പോലെയുണ്ടോ? മരവിപ്പാണ്. ഈ കൈ മറ്റേ കൈ കൂടുതലായിട്ട് പൊടിച്ചു വെക്കണം. അതും വരുമ്പോ ഒരു പിടുത്തം പോലെയല്ലേ വരുന്നു അല്ല? ഇപ്പോഴത്തെ കൈ നോക്കാം. അതുണ്ട്. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നേരെ തിരിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തിരിക്കുന്നു. എന്നിട്ട് കൈ പൊടിച്ച് എന്നിട്ട് അതേപോലെ ബാക്കോട്ട് പോകും. കൈ ഇവിടത്തേക്ക് ബാക്കോട്ട് റെഡിയാ പിടുത്തം. ഒരു പിടുത്തം പോലെ ഉണ്ടാവും. ആദ്യം അമ്മത്തെ കൈ ബാക്കോട്ട് വെക്കാൻ ഏതാ കൂടുതൽ പിടുത്തം? അപ്പൊ അവിടെയാണ് തോന്നുന്നത്. ഇനി ഒന്ന് മണങ്ങിയാട്ടെ. താഴോട്ട് അന്നേരം റേഡിയോ പിടുത്തം വരുന്നെങ്കിൽ കൈയല്ല, കാലാണോ നടുവാണോ? നടുവിലെ ഒരു ഭാഗം ആ ഒരു ഭാഗം അല്ലേ? കാരണം ഇതിൽ ഉള്ളതും അത് തന്നെയാണ്. ഈ ഒരു ഇതാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഉണ്ട് കഴുത്തിന്റെ വരുന്നത്. അത് കയ്യിലേക്കാ ബാധിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് മണങ്ങുന്നുണ്ട്. ഒന്നും കൂടി മണങ്ങുയ്യ. കാരണം അന്നേരം കാലിൽ ഇവിടുന്നെല്ലാം വേന ഉണ്ടാവും. ഉണ്ട് കാലും ലെവലിലല്ല വെക്കാൻ പറ്റുന്നല്ലേ? ഇങ്ങനെ കാല് പൊന്തിച്ച് വെക്കാൻ അന്നേരം എവിടെയോ വേന ഇല്ല. അപ്പുറത്തെ കാല് പൊന്തിച്ച് വെക്കാൻ അപ്പൊ ബാക്കിൽ പ്രൊട്ടക്ഷന്റെ ഭാഗത്ത് കൊടുത്തു. വേദനയാണോ കടച്ചിലാണോ? പിടുത്തം. പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളത് ഒരു ടൈറ്റ്നസ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആശ്വാസം കിട്ടും. രണ്ട് കാരണമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാ ഈ ചെറിയ വീടിനേറ്റോ ആടെ പൊന്തിയിട്ടോ നിൽക്കുന്നുണ്ട്. അപ്പൊ സ്ട്രൈക്ക് കഴിഞ്ഞ് കൂടി അതും കൂടി ഇട്ടാവുമ്പോ നമുക്ക് രാത്രിയെല്ലാം ഒരു കാഴ്ച തന്നെ കുത്തി പറയാനുണ്ടാവും. ആദ്യം ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി എന്തെല്ലോ ഒരു ഇങ്ങനെ ഒരു ചവിട്ടി പറിക്കുന്ന ഫാനിന്റെ കാറ്റെല്ലാം തട്ടുന്ന ഉറങ്ങാം. അതിന്റെ ഒരു ലക്ഷണങ്ങളാണ്. കാരണം അത് ആ കൃത്യമായിട്ടുള്ള സഞ്ചാരം ഉണ്ടാവും.